ഇന്ന് ഞാനിപ്പോൾ ഒരു അടിപൊളി സദ്യ സ്പെഷ്യൽ അവിയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ എടുത്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പച്ച ഏത്തക്കായ, ഒരു നല്ല കഷ്ണം വെള്ളരിക്ക, വഴുതനങ്ങ, പിന്നെ 2 പച്ച തക്കാളി, കുറച്ച് ചുവന്നുള്ളി, സവാള ഉപയോഗിക്കുന്നതിലും ടേസ്റ്റ് ചുവന്നുള്ളിയാണ്, പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു തടിയങ്ക, ചേന, മുരിങ്ങക്കായ, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, പടവലങ്ങ, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അഴുക്കൊക്കെ കളഞ്ഞ് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് അരിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം അരിയുന്നത്, എങ്കിലും തീരെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അരിയുന്നതും കൂടെ ഇട്ടിരിക്കുന്നത്. പച്ചക്കറികളെല്ലാം ഒരേ നീളത്തിലും കനത്തിലും അരിയണമെന്ന് പറയുമെങ്കിലും പച്ചക്കറികളുടെ വേവിൻ്റെ അടിസ്ഥാനത്തിൽ, അത് കൂടുതൽ വേവുന്നത് കുറച്ച് വേവുന്നതിൻ്റെ കണക്കിൽ നിങ്ങൾ അരിയുന്നതിൽ അതിൻ്റെ കനത്തിൽ വ്യത്യാസം വരുത്താം. മറ്റ് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ച ശേഷം മാത്രമേ ഏത്തക്കായയും ചേനയും അരിയാൻ എടുക്കാവൂ. കാരണം അത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കഴുകിയെടുക്കണം അരിഞ്ഞ ശേഷം. ചിലർക്ക് ചേന അരിഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ചെറിയ ചൊറിച്ചിലെടുക്കാറുണ്ട്. സാധാരണഗതിയിൽ അമ്മമാരൊക്കെ പറയാറുണ്ട് ഇത് അടുപ്പത്ത് കയറ്റി ചേന വെന്ത ശേഷം മാത്രം ആ ചൊറിച്ചിൽ മാറാറുള്ളൂന്ന്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല, അത് നമ്മളും കണ്ടിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ ചേന അരിയുന്ന സമയത്ത് കയ്യിൽ ഒരല്പം എണ്ണ പുരട്ടി കഴിഞ്ഞാൽ ആ ചൊറിച്ചിൽ അല്പം കുറഞ്ഞിരിക്കും. ചേനയും ഏത്തക്കായും ഇവിടെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനെ നല്ലവണ്ണം നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് അല്പം കുറച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പച്ചക്കറി കഷ്ണങ്ങൾ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത ശേഷം ഉടനെ അടുപ്പത്ത് വെക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് നമ്മൾക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ പച്ചക്കറി കഷ്ണങ്ങൾക്കുള്ളിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരും. നമ്മൾ ഈ അവിയലിന് പ്രത്യേകം വെള്ളം ഒഴിച്ച് വേവിക്കുന്നില്ല. പച്ചക്കറി കഷ്ണങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് അവിയലിനുള്ള പച്ചക്കറി കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ 2 കപ്പ് തേങ്ങയും ഏതാനും ചുവന്നുള്ളിയും പിന്നെ 1 ടീസ്പൂൺ ജീരകവും അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ജീരകപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ തേങ്ങയും ചുവന്നുള്ളിയും ഒന്ന് ചതച്ചെടുത്ത ശേഷം മാത്രമേ ഞങ്ങൾ ജീരകപ്പൊടി ചേർക്കുന്നുള്ളൂ. നമ്മുടെ പച്ചക്കറി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ പച്ചക്കറിക്കുള്ളിൽ നിന്നും ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് വെന്ത് കിട്ടാൻ പോകുന്നത്.
ഇനി നമുക്ക് ഒരു ചെറിയ ബൗളിൽ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി അല്പം വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നല്ലവണ്ണം ഞെരടി വെക്കാം. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ നല്ലവണ്ണം വെന്ത് കഴിയുമ്പം ഈ പുളിവെള്ളം പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. നല്ലവണ്ണം ഒന്ന് ആവി കയറിയ ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഇട്ട ശേഷം വീണ്ടും നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കണം. ഇതാ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ നല്ലവണ്ണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെക്കാം. ഈ അവിയൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന പോലെ ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണിത്. ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് കരിഞ്ഞൊന്നും പോകുകയില്ല, നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും ഓണാശംസകൾ. ബൈ ബൈ.